ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മഴതോരുമൂമ്മയുടെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നെഞ്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ബാലചന്ദ്രൻ ഗോവർദ്ധനോട് ആ സത്യങ്ങൾ മുഴുവനും പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ചേട്ടനെക്കുറിച്ചുള്ള അഭിമാന നിമിഷങ്ങളാണ് അവിടെ ഗോവർദ്ധനൻ പങ്കിടുന്നത്. കാരണം ബാലേട്ടനെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് കുറ്റങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ബാലേട്ടൻ വലിയൊരു മനസ്സിൻ്റെ ഉടമയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊക്കെ എന്താണ്, ഞാൻ വെറൊരു പൊട്ടൻ, എല്ലാവരും എന്നെ പൊട്ടനാക്കിക്കൊണ്ടിരിക്കുകയല്ലേ, എല്ലാവരുടെയും കീഴിൽ ഞെരിഞ്ഞമങ്ങുന്ന ഒരു പമ്പര വിഡ്ഢി എന്നൊക്കെ ബാലചന്ദ്രൻ ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞപ്പോഴേക്കും ബാലേട്ടൻ അങ്ങനെ പറയരുത് ബാലേട്ട ഓരോ നിമിഷങ്ങളും ആലോചിക്കുമ്പോൾ ആകെ സങ്കടം തോന്നുകയാണ്. ഇനി അലീനയോട് സത്യങ്ങൾ ബാലേട്ടൻ തുറന്നു പറയണ്ടേ? അത് സ്വന്തം അച്ഛനാണ്, അച്ഛൻ്റെ വീട്ടിൽ കൊണ്ട് വിടാന്നൊക്കെ ബാലേട്ടൻ പറയണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കേ ഇല്ല, ഏതായാലും അലീന ഇപ്പം ഏതായാലും അറിയണ്ട, ഞാൻ അവളെ കൊണ്ട് അവിടെ വിട്ടു കഴിഞ്ഞാൽ മാത്രമേ അലീനയ്ക്ക് മനസ്സിലായാൽ മതി അതാരാണ് എന്താണെന്നൊക്കെ തിരിച്ചറിയട്ടെ. പിന്നെ അവളുടെ അച്ഛനും സന്തോഷമാവട്ടെ. 23 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാം ഉപേക്ഷിച്ചൊരുത്തനല്ലേ അവൻ, സ്റ്റാലിൻ. അപ്പോൾ ഇങ്ങനെയൊരു സ്വന്തം മകളുള്ള കാര്യം അറിയട്ടെ. അവനും ഉണ്ടായിരുന്നല്ലോ ഒരു കുടുംബജീവിതവും മക്കളൊക്കെ. ഇനി അയാൾ മനസ്സിലാക്കട്ടെ, അയാൾക്ക് ജനിച്ച ആദ്യത്തെ മകള് അത് അലീനയാണെന്ന് അയാൾ മനസ്സിലാക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയാണ്. ഗോവർദ്ധ വണ്ടി എടുക്ക്, ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ടാവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞതിന് ശേഷം ബാലേന്ദ്രൻ ഭയങ്കര കരച്ചില്ല. അപ്പോൾ ഗോവർദ്ധന് പിന്നീട് ഒരു അക്ഷരം പോലും മിണ്ടാനായിട്ട് സാധിച്ചില്ല. ഗോവർദ്ധൻ വണ്ടി എടുത്തോട്ട് നേരെ വീട്ടിലേക്ക് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് ഓടിച്ചാടി നല്ല സന്തോഷത്തോടെ വരുന്നത്. അപ്പോൾ ഗോവർദ്ധനോട് പറയണം, ഗോവർദ്ധ കണ്ടോ അലീനയുടെ സന്തോഷം നോക്കിയേ, ഞാൻ വന്നെന്ന് അറിഞ്ഞിട്ടാ അവൾക്ക് അത്രയും സന്തോഷം. എൻ്റെ മകളല്ല അവൾ, പക്ഷേ എന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ അവൾ അച്ഛ എന്ന് വിളിക്കുന്നത്. ആ ഒരു അച്ഛ എന്ന വിളിയിൽ ഒരു സുഖമുണ്ടോ? എൻ്റെ മകളായി പോയെങ്കിലും ഒന്ന് ഞാൻ വളരെയേറെ ചിന്തിച്ചിട്ടുണ്ട് എന്നൊക്കെ ഗോവർദ്ധനോട് പറയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവർദ്ധനുമാകെ സങ്കടം തോന്നുകയാണ്. അതേ അലീന ഒരു പാവം തന്നെയാണ്, എന്തൊരു സ്നേഹമുള്ളൊരു കുട്ടിയാണ്, ഇതേപോലൊരു മകളായിരിക്കണം ബാലേട്ടൻ ജനിക്കേണ്ടത് എന്ന രീതിയിൽ തന്നെ അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ എന്താ ഇവിടെ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഇറങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഇറക്കി കഴിഞ്ഞപ്പോഴേക്കും എന്തത്ര നാളായി അച്ഛാ, ഒരു ദിവസം 2 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3 ദിവസമായില്ലേ ഇപ്പോൾ പോയിട്ട്, എന്താ ഇത്ര വലിയ ബിസിനസ് മീറ്റിംഗ് ആണോ അച്ഛന് എന്നൊക്കെ ചോദിക്കാം. ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് പൂർത്തിയാക്കാതെ വരാനായിട്ട് പറ്റുമോ? നമ്മളുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യസ്ഥാനത്ത് എത്താതെ നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും മക്കളെ. അപ്പോൾ കൃഷ്ണമോളും ആണെങ്കിൽ അച്ഛനെ കാണാത്തതിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സങ്കടം അലീന ചേച്ചിക്കായിരുന്നു. അച്ഛൻ വന്നില്ലല്ലോ എന്നൊരു ചോദ്യങ്ങൾ മാത്രമാണ് ഇവിടെ ചോദിച്ചുകൊണ്ടിരുന്നത്. അതാണ് അലീനയുടെ സ്നേഹം, കണ്ട് പഠിക്കടി. ഓഹോ, അത് ശരി, അപ്പം ഞങ്ങൾക്കൊന്നും സ്നേഹമില്ലെന്നാണോ പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്നും ബാലേന്ദ്രൻ പറയാണ്. ഗോവർദ്ധ കയറിയിട്ട് പോ എന്ന് പറഞ്ഞപ്പോഴേക്കും ബാലേട്ട അന്ന് ഞാൻ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ. ശരിക്കും ഇവിടം വരെ വന്നേല്ലേ, പിന്നെ വീട്ടിലേക്ക് പെട്ടെന്ന് ധൃതി എന്താ പോകാനായിട്ട്, നീ വന്ന് ചായയോ എന്തെങ്കിലും കുടിച്ചിട്ടൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഗോവർദ്ധനെ നേരെ അകത്തേക്ക് വിളിച്ച് കയറ്റുകയാണ്. ഇപ്പോൾ ഗോവർദ്ധൻ്റെ മുഖത്ത് ഭയങ്കര ടെൻഷൻ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ ശരി ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രനും അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ ഗോവർദ്ധൻ അലീനയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ അങ്കിളെന്തിനാ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഒന്നുമില്ല മോളെ, ഞാൻ ചുമ്മാ നോക്കുന്നതാ. എന്തോ കാര്യമുണ്ടല്ലോ അങ്കിളെ, എന്നെ എന്താ അങ്കിൾ ആദ്യമായിട്ടാണോ കാണുന്നത്? അങ്കിളിപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് പോലെയാണല്ലോ എന്നെ നോക്കുന്നത്. എന്തിനാ നിങ്ങൾ പോയതെന്ന് ചോദിച്ചപ്പോഴേക്കും അതെല്ലാം ബാലേട്ടൻ പറയും നിങ്ങളോട് കാര്യങ്ങളൊക്കെ എന്താണെന്ന്. ഏതായാലും അലീന ഇവിടെ പോകാൻ നിൽക്കുകയാണല്ലോ, അപ്പോൾ ആ സമയത്ത് അലീനയ്ക്ക് സേഫായ ഒരു സ്ഥലം കണ്ടെത്തണ്ടേ? അങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റുമോ? അതിനു വേണ്ടിയാണ് ഞങ്ങൾ 2 പേരും കൂടി പോയെന്നും പറയുകയാണ്. ആണോ? അപ്പോൾ എന്നെ ആക്കാനുള്ള സ്ഥലം കണ്ടെത്താൻ വേണ്ടി പോയതാണെന്ന് ചോദിച്ചപ്പോഴേക്കും എല്ലാം ബാലേട്ടൻ പറയും എന്ന് പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ആകെ ടെൻഷൻ. എങ്കിൽ പിന്നെ ഞാൻ ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രനോട് മോളിൽ പോയി യാത്രയെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഗോവർദ്ധൻ പടിയിറങ്ങാം. അങ്ങനെ പടിയിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഈ കൃഷ്ണമോളും ബബിതയും എല്ലാവരും കൂടി ചേർന്നിട്ട് അലീന ചേച്ചി ആക്കാനുള്ളൊരു ഷട്ടർ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ചേച്ചിയെ കൊണ്ട് അങ്ങോട്ട് ആക്കും. ചേച്ചി ഇവിടെ ഒറ്റക്ക് പറഞ്ഞു വിടാനുള്ളതും മനസ്സ് മടിയായത് കൊണ്ടായിരിക്കും അച്ഛൻ ഇങ്ങനൊരു സ്ഥലം അന്വേഷിച്ച് പോയത്. ഏതായാലും കാര്യത്തിന് ഉറപ്പായി, ചേച്ചിയെ കണ്ടെത്താനുള്ള സ്ഥലം നോക്കി തന്നെ പോയതാണ്. അങ്ങനെ നമ്മുടെ
അലീനയാണെങ്കിൽ ശരി ഞാൻ അച്ഛനെ ഒരു ഗ്ലാസ് ചായ കൊണ്ടേ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന നേരെ മുകളിലേക്ക് കയറി പോവാണ്. അപ്പോൾ മുകളിലേക്ക് കയറിപ്പോയി അച്ഛാ കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നുവെച്ചാൽ ചായ 2 ദിവസമായില്ല അലീനയുടെ ചായ കുടിച്ചിട്ട്. ഇനിയിപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല, അലീന ഇവിടെ നിന്ന് പോവല്ലേ, അപ്പോൾ പിന്നെ ചായ എനിക്ക് ഈ ചായ കിട്ടില്ലല്ലോ. അപ്പോൾ അച്ഛൻ എന്നെ താമസിപ്പിക്കാനുള്ള സ്ഥലം കണ്ടെത്താൻ വേണ്ടി പോയതാണോ? പിന്നെ അല്ലാതെ മോളെ താമസിപ്പിക്കാനുള്ള സ്ഥലം കണ്ടെത്താൻ വേണ്ടി തന്നെ പോയതാണ്. എന്നിട്ട് അച്ഛൻ കണ്ടെത്തിയോ? പിന്നെ കണ്ടെത്താതെ ഇങ്ങനെ എനിക്ക് വരാനായിട്ട് പറ്റുമോ? ഞാൻ കണ്ടെത്തുകയും ചെയ്തു. അത് നല്ലൊരു പ്ലേസ് തന്നെയാണ്. അങ്ങനെ പ്ലേസിൻ്റെ സ്ഥലമൊക്കെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുക. കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ ഇത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. ഒരു പരിചയമില്ലാത്ത വീട്ടിൽ അത് ഇത്രയും ദൂരം പോയി അവിടെ താമസിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അത് വേണോ അച്ഛാ? അത് വേണം. കാരണം ഇത്രയും സുരക്ഷിതമായൊരു സ്ഥലം എനിക്ക് കണ്ടെത്താനായിട്ട് കഴിയില്ല മോളെ. നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഞാൻ കണ്ടെത്തി തന്ന സ്ഥലം അനുയോജ്യമായ സ്ഥലമാണെന്ന് നിനക്കപ്പം മനസ്സിലാവും. അപ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടി നല്ല കാര്യമാണ് ചെയ്തതെന്നും മോൾക്ക് മനസ്സിലാകുക തന്നെ ചെയ്യും. എന്താച്ചാ അച്ഛൻ പറയുമ്പോഴും അച്ഛൻ്റെ മുഖത്തൊരു സങ്കടമൊക്കെ ഉണ്ടല്ലോ. അത് നീ ഇവിടെ നിന്ന് പോകുന്നത് കൊണ്ടാ. നിന്നെ ഇവിടെ നിൽക്കാൻ പറഞ്ഞാലും അലീന നീ നിൽക്കില്ലല്ലോ. വൈജ മേഡം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ നിനക്ക് പോകാൻ നിർബന്ധമാണെങ്കിൽ അവിടെ തന്നെ പോയി താമസിക്കണം, അല്ലാതെ വേറൊരു വഴിയില്ല. മോൾ അവിടെ തന്നെ പോകണം എന്ന് അലീനയോട് പറയണം. അപ്പം അലീനയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുക. ഇനിയിപ്പോൾ അച്ഛനോട് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അങ്ങനെ അലീന താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരെല്ലാവരും കൂടി ചോദിക്കുകയാണ്, അലീന ചേച്ചി സത്യമാണോ? അലീന ചേച്ചിയെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണോ? അതെ, കൊണ്ടാക്കാൻ വേണ്ടി പോവാം. അപ്പോൾ കൃഷ്ണമോളും ചോദിക്കുകയാണ്, ആണോ അലീന ചേച്ചി? അപ്പോൾ അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോവാണോ വേറെ വീട്ടിലേക്ക്? അതിനു വേണ്ടിയാണല്ലേ അച്ഛൻ മീറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയത് അലീന ചേച്ചിയെ വേറെ വീട്ടിലാക്കാനായിട്ട്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അലീന ചേച്ചി ഇല്ലാത്ത ഈ വീട് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ ബബിതയ്ക്കും രോഹിത്തിനൊക്കെ ഭയങ്കര സങ്കടം തോന്നുകയാണ്. അതെ അലീന ചേച്ചി ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ചേച്ചി ഇവിടെ വിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കത് താങ്ങുന്നതിൽ അപ്പുറമായിരിക്കും ചേച്ചി പോകണ്ട ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പോകാതിരിക്കാനായിട്ട് കഴിയില്ല. നിങ്ങളെന്താ വിചാരിച്ചത് എനിക്ക് സങ്കടമില്ലെന്നോ? നിങ്ങളെക്കാളും അതിനപ്പുറം സങ്കടമുണ്ട് എനിക്ക് ഈ വിട്ടിട്ട് പോകാനും നിങ്ങളെ വിട്ടൊക്കെ പോകാനായിട്ട്. പക്ഷേ മേഡം ഇങ്ങോട്ട് തിരിച്ചു വന്നെങ്കിൽ ഞാൻ പോകണം. എന്നെ കാണുന്നത് മേഡത്തിന് വല്ലാത്തൊരു കലിയല്ലേ. അപ്പം ഞാനിവിടെ നിന്ന് പോയല്ലേ മതിയാവുള്ളൂ. എൻ്റെ മനസ്സിൽ എത്രമാത്രം വേദനയുണ്ടെന്നറിയാവോ? അതൊക്കെ ഞാൻ ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു. അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്കിതിൽ കൂടുതലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ മക്കളെ. പോകാൻ പറഞ്ഞാൽ പോകണം. ഞാനിങ്ങനെ ഓരോ ജോലിക്കാരിയായിട്ടൊക്കെ വന്നതല്ലേ. ഈ ഒരു വീടില്ലെങ്കിൽ മറ്റൊരു വീട്, ആ വീട് തേടി എനിക്ക് പോയല്ലേ മതിയാവുള്ളൂ. ഇവിടെ വൈജ മേഡത്തിന് ഒഴികെ ബാക്കി എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. അതെനിക്കറിയാവുന്ന കാര്യമോ? നിങ്ങളുടെയൊക്കെ സ്നേഹം കണ്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല. നിങ്ങളെയൊക്കെ സ്നേഹിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല. എൻ്റെ മനസ്സ് വല്ലാതെ കിടന്ന് വേദനിക്കുന്നുണ്ട് മക്കളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അലീനയെ കെട്ടിപ്പിടിച്ചിട്ട് ഇവർ നിന്നിങ്ങനെ കരയാം. അപ്പോൾ ബാലേന്ദ്രൻ ഇതെല്ലാം കാണുന്നുണ്ട്. ബാലേന്ദ്രനും ഭയങ്കര സങ്കടം തോന്നുകയാണ് ഇവരുടെ ആ ഒരു സ്നേഹപ്പറിച്ചിലും. കാരണം ഇങ്ങനെ കുറച്ച് നാളായാലും വന്നിട്ടുള്ളെങ്കിലും ഒരു കുടുംബാംഗത്തെ പോലെയാണല്ലോ അലീന ആ വീട്ടിൽ പെരുമാറിയതും എല്ലാവരെയും സ്നേഹിച്ചതും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ അലീന സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. അലീനയെ ജനിപ്പിച്ച ആ സ്വന്തം അച്ഛൻ്റെ അടുത്ത്. ഇനി അച്ഛൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇനി അലീനയ്ക്ക് കിട്ടാൻ പോകുന്ന ദുരന്തം എന്തായിരിക്കും? അലീനയെ 2 കൈ നീട്ടി സ്റ്റാലിൻ സ്വീകരിക്കുമോ? ഏതായാലും വൈജ സത്യങ്ങളെല്ലാം അറിയണം. അതിനെ ഉടനെ തന്നെ അറിയുമോ? അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അലീനയെ സ്വന്തം മകളായിട്ട് വൈജയും സ്നേഹിക്കുമോ എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും തീർച്ചയായിട്ടും ഇനിയുള്ള എപ്പിസോഡുകളെല്ലാം മുടങ്ങാതെ കേൾക്കണമെന്നും പറയണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. സി അഗൈൻ.